ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ പരിപാടി പിടിയിട്ടില്ലേ? നോമ്പ് തുറ. ഈ കൊല്ലത്തെ എന്റെ ഫസ്റ്റത്തെ നോമ്പ് തുറയാണ് കേട്ടോ. ഇങ്ങനെ കിടന്ന സ്ഥലം ഞാനൊന്ന് ഒരുങ്ങി വന്നപ്പോഴത്തേക്കും ഇതേ ഇങ്ങനെ ആയിട്ടാ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ നിറയെ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് മൊത്തം ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൂട്ടാളികളായിട്ടാണ് വന്നത്. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നാണല്ലോ. അപ്പൊ പിന്നെ എല്ലാരും കൂടെ ഒത്തുപിടിക്കാൻ തീരുമാനിച്ചു. ഇനി ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഫൈനലി ബാങ്ക് കൊടുത്തു കേട്ടോ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതും ഞാൻ അറ്റാക്ക് തുടങ്ങി. കാരക്ക എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജ്യൂസിലാണ് കേട്ടോ തുടങ്ങിയത്. ജ്യൂസ് കഴിഞ്ഞത് നേരെ ഫ്രൂട്ട്സിലേക്ക് കിടന്നു. അങ്ങനെ സമൂസയായി, മീറ്റ് റോൾ ആയി, കട്ട്ലേറ്റ് ആയി. ഞാൻ മാത്രമല്ലട്ടാ, എന്റെ കൂട്ടാളികളും നിന്നുന്നുണ്ട്. തീറ്റീന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നേ. അത് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തിരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് നോക്കുന്നത് കണ്ടോ. അവര് നോക്കുന്നത് കണ്ട് ഞങ്ങൾ നോക്കി. അപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ. മെയിൻ കോഴ്സിന്റെ ക്യൂ കൂടി വരാൻ തുടങ്ങിയേ. പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങളെ മുന്നിന്റെ പ്ലേറ്റ് കാലിയായി ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ ക്യൂലേക്ക് പിടിച്ചു. പിന്നെ എല്ലാരും കൂടെ ഒരു ഓട്ടായിരുന്നു. ക്യൂവിൽ പോയി നിന്നതിന് ശേഷമുള്ള ആഹ്ലാദാട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഐറ്റംസിന്റെ അടുത്ത് എത്തിട്ടോ. പ്ലേറ്റ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ പോയി എടുത്തത് നല്ല നെയ്ച്ചോറാണ് കേട്ടോ. കൂടെ കിടലും പാൽക്കപ്പന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബീഫാണ് കേട്ടോ. അതും കൂടെ എടുത്ത് ഞാൻ നൈസായിട്ട് എന്റെ സീറ്റിലേക്ക് വന്നിരുന്നു. സീറ്റ് കഴിഞ്ഞ പിന്നെ നമുക്ക് മെയിൻ ഫോട്ടോ സെഷൻ ആണല്ലോ. അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ എന്നെ വീഡിയോ എടുത്തപ്പോ അയാൾക്ക് സങ്കടം വേണ്ടെന്ന് കരുതി ഞാൻ തിരിച്ച് വീഡിയോ എടുത്തു. ഞാൻ ഇവരെ ഫോട്ടോ എടുക്കാന്ന് കരുതി എല്ലാരും കൂടെ എടുക്കത്തപ്പോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയി. തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.